കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ RPF ഉദ്യോഗസ്ഥന് നേരെ ആക്രമണമുണ്ടായി. RPF ഉദ്യോഗസ്ഥനായ ശശിധരനെ അടിക്കുകയും കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്യുമെന്നാണ് വാർത്ത. മമ്പറം സ്വദേശി ധനേഷിനെ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. അരുൺ, ഗുഡ് മോർണിംഗ്. എന്താണ് പറ്റിയത്? ഇന്ന് പുലർച്ചെയാണ് സംഭവം. 12 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ശശിധരൻ നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന RPF ഉദ്യോഗസ്ഥനാണ്. ഇവിടെ ഒന്നാം പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. ഇവിടെ പ്ലാറ്റ്ഫോമിൽ അനധികൃതമായി കിടന്നുറങ്ങുകയായിരുന്നു, അതായത് ടിക്കറ്റ് ഇല്ലാതെ ഉറങ്ങുകയായിരുന്ന ഒരു യുവാവിനെ ഇയാൾ അത് ചോദ്യം ചെയ്തു. അങ്ങനെ കിടന്നുറങ്ങാൻ പറ്റില്ല എന്ന് ശശിധരൻ അറിയിച്ചു. അതേ തുടർന്നാണ് മറ്റ് യാതൊരു പ്രകോപനവും ഇല്ലാതെ ശശിധരനെ ഈ RPF ഉദ്യോഗസ്ഥനെ ഇയാൾ മർദ്ദിച്ചു എന്നതാണ് പരാതിയിൽ ഉള്ളത്. അതിലിപ്പോൾ കണ്ണൂർ റെയിൽവേ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇയാളെ മമ്പറം സ്വദേശിയായിട്ടുള്ള ധനേഷിനെ റെയിൽവേ പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ് ശശിധരൻ. ഇവിടെ ഒന്നാം പ്ലാറ്റ്ഫോമിൽ ഈ ലേഡീസ് വെയിറ്റിംഗ് റൂമിന് സമീപത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് ലഭിക്കുന്ന വിവരം. അവിടെ കിടന്നുറങ്ങുമ്പോൾ ടിക്കറ്റ് ഇല്ലാതെ ഈ പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങാൻ പറ്റില്ല എന്ന് ഈ ശശിധരൻ പറഞ്ഞു. അത് ചോദ്യം ചെയ്തു. അതിൽ പ്രകോപിതനായാണ് ഇയാൾ, ഈ മമ്പറം സ്വദേശിയായിട്ടുള്ള ധനേഷ്, ഇയാളെ ആക്രമിച്ചത്. അടിക്കുകയും കടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം ഈ ശശിധരൻ, ഈ RPF ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ ഈ നൈറ്റ് ഡ്യൂട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഉപകരണങ്ങളും തല്ലി തകർത്തു എന്നതാണ് ഇപ്പോൾ ഈ റെയിൽവേ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇയാൾ കസ്റ്റഡിയിലുണ്ട്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. ഇതിൻ്റെ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കും എന്നതാണ് കണ്ണൂർ റെയിൽവേ പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഗുരുതരമായിട്ടുള്ള പരിക്കില്ല. ഇന്നലെ തന്നെ ചികിത്സ തേടി ആശുപത്രി വിട്ടിരുന്നു. എന്തായാലും ഇത്തരം സംഭവങ്ങൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഈ റെയിൽവേ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണം, അല്ലെങ്കിൽ കൂടുതൽ നടപടികൾ വേണമെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. ഒരു RPF ഉദ്യോഗസ്ഥന് തന്നെ, അതായത് ഈ സുരക്ഷ ചുമതലയുള്ള, അത് നോക്കുന്ന ഒരു RPF ഉദ്യോഗസ്ഥന് തന്നെയാണ് ഇത്തരം ഒരു ദുരനുഭവം ഇന്ന് പുലർച്ചെയോടെ ഉണ്ടായത്. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.